കോടികളുടെ തട്ടിപ്പ് നടന്ന കണ്ണൂർ കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് പ്രതിസന്ധിയിൽ CPM നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോലും ആളില്ല. പത്രിക നൽകാൻ ആളില്ലാതായതോടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അസാധുവായി. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, അസാധാരണ നടപടികളാണല്ലോ ഉണ്ടാകുന്നത്. ഇപ്പോൾ നിലവിൽ കണ്ണൂർ കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് തന്നെ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം. എന്താണ് വിവരങ്ങൾ? രോഹിണി, കോടികളുടെ ക്രമക്കേട് കണ്ടതിനെ തുടർന്ന് ഏതാനും 6 മാസങ്ങൾക്ക് മുൻപ് ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയതാണ് കണ്ണൂർ കോളിത്തട്ട് ബാങ്കിൽ. CPMന്റെ ഭരണസമിതിയായിരുന്നു ഈ ബാങ്കിൽ ഉണ്ടായിരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന്റെ കാലാവധി അവസാനിക്കാറായതോടെയാണ് തിരഞ്ഞെടുപ്പിനായി നടപടി തുടങ്ങിയത്. എന്നാൽ പത്രിക നൽകാൻ CPMന്റെ ഒരാൾ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് നടപടികൾ അസാധുവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം 6000-ഓളം അംഗങ്ങളാണ് ഈ ഒരു ബാങ്കിൽ ഉള്ളത്. എന്നാൽ ഒരാൾ പോലും ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയില്ല എന്നുള്ളതാണ് വിരോധം. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് UDFിൽ നിന്ന് CPM പിടിച്ചെടുത്തതാണ് ഈ സർവീസ് സഹകരണ ബാങ്ക്. 22 കോടി രൂപയുടെ തട്ടിപ്പാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ മാത്രം കണ്ടെത്തിയത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നിലവിലുള്ള ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തത്. എന്നാൽ 6 മാസം പിന്നിട്ടിട്ടും ഈ ഭരണസമിതിയുടെ കാലാവധി ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന്റെ കാലാവധി 6 മാസം പിന്നിട്ട ശേഷമാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഭരണസമിതിയെ നിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എന്നാൽ ഒരാൾ പോലും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ തയ്യാറാകാതെ വന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ അസാധുവാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വീണ്ടും ഇത് 6 മാസത്തേക്ക് കൂടി അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം തുടരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനുശേഷം വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് നടത്താനുള്ളൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നാൽ അപ്പോഴും ആരെങ്കിലും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ തയ്യാറാകുമോ എന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത്. രോഹിണി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.